പ്രിയമുള്ളവരെ നമസ്കാരം. മുസ്തഫയാണ്, മുസ്തഫ കുന്നത്ത്. ഒരു ഇംഗ്ലീഷ് സിനിമയിലെ ക്രാഷിംഗ് രംഗങ്ങൾ കാണുന്നത് പോലെയുള്ള ഭ്രമിപ്പിക്കുന്ന രംഗങ്ങളുമായി ഇറാൻ ഇസ്രായേൽ യുദ്ധം ദൃശ്യമാധ്യമങ്ങൾ നമുക്ക് മുന്നിൽ പൊടിപ്പും തൊങ്ങലും വെച്ച് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആവേശഭരിതരായി യുദ്ധത്തിൻ്റെ ഗതിവിഗതികളിൽ പറഞ്ഞ് നാമും പലരോടും തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ഊഷാന്താടി ഒഴിഞ്ഞുകൊണ്ട് ചില ബുദ്ധിജീവികൾ ചോദിക്കും, യുദ്ധമില്ലാതെ എങ്ങനെ സമാധാനമുണ്ടാകുമെന്ന്. ഇറാന്റെ ഭാഗത്ത് നിൽക്കാനും ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഭാഗം പറഞ്ഞ് തമ്മിൽ വഴക്ക് കൂടലും യുവാക്കൾക്കിടയിൽ ഒരു ഹരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് അവനവൻ്റെ വിശ്വാസങ്ങൾക്കനുസരിച്ച് യുദ്ധം തീരാൻ വേണ്ടി പ്രാർത്ഥനയോടെ ഇരിക്കേണ്ട സമയമാണിത്. കാരണം എന്താണെന്നറിയുമോ? ജീവിതത്തിൽ യുദ്ധങ്ങൾ അവശേഷിപ്പിക്കുന്ന ഭീകരതകൾ നാം അനുഭവിച്ചിട്ടില്ല. തകർന്ന തരിപ്പണമായ ജന്മനാടും കത്തിച്ചാമ്പലായ പ്രിയപ്പെട്ട വീടുകളും നഷ്ടപ്പെട്ട് നമുക്ക് പലായനം ചെയ്യേണ്ടി വന്നിട്ടില്ല. കടൽ തീരത്ത് ശവമായി വന്നണഞ്ഞ സ്വന്തം കുഞ്ഞിനെയോ ഉറ്റവരുടെ ശരീരാവശിഷ്ടങ്ങളോ നമുക്ക് കാണേണ്ടി വന്നിട്ടില്ല. അവയവങ്ങൾ നഷ്ടപ്പെട്ട വരും തലമുറക്ക് പോലും അംഗവൈകല്യങ്ങൾ സമ്മാനിച്ച് ആണവായുധങ്ങളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശവും ഇടിമുഴക്കവും നമ്മൾ നേരിൽ അനുഭവിച്ചിട്ടില്ല. പോർ വിമാനങ്ങൾ ആണവായുധങ്ങളെ തള്ളി താഴെയിട്ട് ഇരമ്പി മറഞ്ഞതിന് ശേഷം ഒരിറ്റ് ശ്വാസത്തിനു വേണ്ടി പിടഞ്ഞ് ഉറ്റവരെ നോക്കുമ്പോൾ മരണത്തിൻ്റെ ഭയാനകമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന തുറിച്ച കണ്ണുകൾ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. സുഖശീതളമയിൽ അന്തിയുറങ്ങി സിനിമയും സീരിയലും കാർട്ടൂണുകളും കണ്ടുകൊണ്ട് വില കൂടിയ മൊബൈലിൽ നമുക്ക് ഇങ്ങനെ കുത്തിക്കുറിക്കാം. യുദ്ധം അനിവാര്യമാണ്. അടിക്ക് തിരിച്ചടി വേണം, സർജിക്കൽ സ്ട്രൈക്ക് വേണം. എല്ലാ അക്രമങ്ങളും അവനവൻ്റെ വാതിൽപ്പടിക്ക് അപ്പുറത്ത് വെച്ച് കാണാനേ രസമുള്ളൂ. സ്വന്തത്തെയും ബന്ധങ്ങളെയും ബാധിക്കുന്നത് വരെ നമുക്കതെല്ലാം വെറും കാഴ്ചകളും കഥകളും മാത്രമാണ്. യുദ്ധങ്ങൾ ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ. സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെല്ലാം നല്ല ബുദ്ധി തോന്നി നിർത്തിവെക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.